നമസ്കാരം. സഖാവ് പിണറായി വിജയനെ കണ്ടപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ എഴുന്നേറ്റ് നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറെ ട്രോളുകളും കുറെ ആക്ഷേപങ്ങളും അപമാനിക്കലും തെറിവിളികളും ഒക്കെ സൈബർ മീഡിയയിൽ കിടക്കണ കണ്ടു. സത്യത്തിൽ ഈ സഖാക്കളെ കമ്മികൾ എന്ന് വിളിക്കുന്നത് എത്ര അർത്ഥവത്താണ് എന്ന് ചിന്തിച്ചു. എത്ര അർത്ഥവത്താണ്. ആരാണ് ഇങ്ങനെ ആദരിക്കപ്പെടാൻ ഈ മുഖ്യമന്ത്രി? ഇപ്പോ നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. ആരാണ് ഈ പിണറായി വിജയൻ അങ്ങനെ ആദരിക്കപ്പെടേണ്ട ആള്? എന്റെ അറിവിൽ, ഇവിടെ സാധാരണക്കാരായ ഞാനടങ്ങുന്ന മുഴുവൻ ആൾക്കാർ മനസ്സിലാക്കിയ അറിവിൽ, ഇവിടെ 140 MLA-മാരുണ്ട്. നമ്മൾ ഈ 3.5 കോടി ജനം ഒരുമിച്ച് നിന്നോട്ട് ഭരിക്കാൻ കഴിയാത്തത് കൊണ്ട് അവരുടെ പ്രതിനിധികളായി 140 എണ്ണത്തിനെ നിയമിച്ച് അങ്ങോട്ട് തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഈ 140 എണ്ണം തോന്നിയതുപോലെ കൈകാര്യം ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറച്ചു പേരെ വിവിധ വകുപ്പുകളിൽ ഉത്തരവാദിത്വത്തോടെ കാര്യം നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചു വെച്ചു. എന്നിട്ട് അവരെ എല്ലാം നിയന്ത്രിക്കാൻ ഒരു ലീഡർ എന്ന നിലയിൽ അവരെല്ലാവരും കൂടെ ചേർത്തിട്ട് സഖാവ് പിണറായി വിജയനെ അവിടെ എടുത്തു വെച്ചു. ഈ പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള മുഴുവൻ MLA-മാരും ഇവരെല്ലാവരും ചേർന്ന് ജനങ്ങളെ സേവിക്കാനുള്ള, അവരുടെ ജീവനുമൊക്കെ സുരക്ഷിതമാകാനുള്ള, അവരുടെ സാമ്പത്തികമായി സുരക്ഷിതനാകാനുള്ള, അവരുടെ സാമൂഹിക പശ്ചാത്തലം നേരെ കടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തി അങ്ങോട്ട് വിട്ടു. അതിന് കുറെ ഉദ്യോഗസ്ഥർ. ഇതല്ലേ എന്റെ കഥ എന്ന് പറയുന്നത്. ആരെ ഇവിടുത്തെ രാജാവ്? പിണറായി വരുമ്പോ ഇങ്ങനെ ഓച്ചാനിച്ച് നിൽക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല. അത് ശ്രീനിവാസന്റെ മരണത്തിന്റെ കാര്യത്തിലായാലും മറ്റെവിടെയായാലും അതിന്റെ ആവശ്യമില്ലെന്നേ. ഇനി ശ്രീനിവാസന്റെ കാര്യം എടുക്കണമെങ്കിൽ 2 ആമക്കൾ, അവർ 3 പേര് ചങ്കം കയറല്ലോ. ഏത് രീതിയിലാണ് സംസാരിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കോമഡി ആയാലും എന്ത് തന്നെ ആയിരുന്നാലും നല്ല കഴിവുള്ള, ഈ കേരളത്തില് ജനങ്ങളെ മുഴുവൻ ചിന്തിപ്പിച്ച ഒരു നടൻ. അതിനേക്കാൾ ഏറെ അവരുമായിട്ട് ഇഴുകി ചേർന്ന് നിൽക്കുന്ന 2 ആമക്കള്, അപ്പനും ആ മക്കളും തമ്മിലുള്ള ബന്ധം അത്രത്തോളം വലുതാണ്. ആ ബന്ധത്തിന്റെ ഊഷ്മളത അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പൻ അങ്ങോട്ട് പോകുന്നത്. അതിന്റെ വേദനയിൽ ഹൃദയം തുങ്ങുർന്ന് ഇരിക്കുമ്പോഴാണ് നമ്മളെ കാരണഭൂതന്റെ വരവ്. കാരണഭൂതനെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റ് ബഹുമാനിച്ചില്ലത്രേ. എന്തൊരു വിവരക്കേടാണ് പറയുന്നത്. ആ ധ്യാനെ കാണുമ്പോൾ മുഖ്യമന്ത്രി അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിൽക്കണം. അതാണ് വേണ്ടത്. മുഖ്യമന്ത്രി ആരെ കണ്ടാലും ഇരിക്കാൻ സമയം ഉണ്ടാവില്ല. മുഖ്യമന്ത്രി എന്നല്ല, ഇവിടുത്തെ മറ്റേത് മന്ത്രി ആയാലും ഏത് MLA ആയാലും ജനങ്ങളെ കാണുമ്പോഴാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. സത്യത്തിൽ കാര്യം ജനങ്ങൾ ചൂണ്ടുവിരലിൽ മഷി പുരട്ടിയതുകൊണ്ടാണ് ഇവരൊക്കെ അവിടെ കയറി ഞെളിഞ്ഞിരിക്കുന്നത്. ജനങ്ങൾ അങ്ങനെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടി ഒരു കുത്തിയില്ലെങ്കിൽ അങ്ങനെ ഞെളിഞ്ഞിരിക്കില്ല. അവിടെ രാജാവ് എന്ന് പറയുന്നത് ജനമാണ്. ഇത് വോട്ട് വാങ്ങി അവിടെ കയറി ഇരുന്നിട്ട് അതേ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ധരിച്ചിരിക്കുന്ന കുറെ മൂഢന്മാരാണല്ലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവരാണല്ലോ ഇവിടെ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ സങ്കടം. സത്യത്തിൽ ഇവിടെ കുറെ പേർ സൈബർ ലോകത്തിരുന്നു കൊണ്ട് ഞാൻ എഴുന്നേറ്റില്ല എന്ന് പറയുന്നത് എത്ര മണ്ടത്തരാണെന്ന് മനസ്സിലായില്ലേ? അതായത് ഇവിടെ ജനമല്ലേ രാജാവ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ അവർ തെരഞ്ഞെടുത്ത് അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. സത്യത്തിൽ ഇവിടെ നടക്കുന്നത് അതല്ല. നടക്കുന്നത് ജനങ്ങളുടെ നികുതി പണം മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നു, ഖജനാവിലേക്ക് എത്തുന്നവണ്ണം തോന്നിയതുപോലെ കൈകാര്യം ചെയ്യുന്നു, നിലവിലുള്ള കാറുകൾ മാറ്റിയിട്ട് പുതിയ പുത്തൻ കാറുകൾ വാങ്ങി രസിക്കുന്നു, സ്വന്തക്കാർക്കും ബന്ധക്കാർക്കുമായ സെക്രട്ടറി അടക്കമുള്ള സകല പദവികളും ഇല്ലാത്ത പദവികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടത്തിന് ഇവിടെ അറുമാദിച്ച് നടക്കാൻ വേണ്ടി ഇവിടെ ജനം ചൂണ്ടുവരലിൽ മഷി പുരട്ടുകയാണെന്ന് തോന്നിപ്പോകുന്നു ചില സന്ദർഭങ്ങളിൽ. അത് തോന്നിപ്പോവാണ്. സത്യത്തിൽ ഇവരൊക്കെ ആരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ചുമതല ഇവിടുത്തെ സാധാരണക്കാരായ വോട്ടർമാർക്കാണ്. വോട്ടർമാർ പക്ഷെ അതിന് തുനിയുന്നില്ല. അതൊരു അവസരമായി കണ്ടിക്കഴിഞ്ഞ് മേലാളന്മാർ അതെടുത്ത് കാൽമേൽ കാലും കയറ്റി കയറി കസേരയിൽ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ജനം ഇത് തിരിച്ചറിയുന്ന ഒരു സമയം വരും. ജനം പക്ഷെ അത് തിരിച്ചറിഞ്ഞ് തുടങ്ങിയാൽ പിന്നെ ഈ പറഞ്ഞ യമാന്മാരും കാരണഭൂതന്മാർക്കും പിന്നെ കസേരയിൽ അടങ്ങിയിരിക്കാൻ പറ്റിയെന്ന് വരില്ല. ജനങ്ങളുടെ ജീവനും ജീവിതവും സാമ്പത്തികവും ഒക്കെ സുരക്ഷിതമാക്കാം എന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം പറ്റിട്ട് അങ്ങോട്ട് നിൽക്കുമ്പോൾ ആ ആൾക്കാർ പറയുമ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ എഴുന്നേറ്റ് നിന്നൊന്ന് ഓച്ചാനിച്ച് നിൽക്കണമെന്ന് പറയുന്നത് എന്തിന്റെ കോലം കുത്തലാണ് എന്ന് അതും കൂടി ഒന്ന് പറയണം. Different angles. Don't forget to subscribe and support this channel.